സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾ ആകെ പ്രതിസന്ധിയിലാണ്. മറ്റൊന്നുമല്ല, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ പ്രഖ്യാപിച്ചിരിക്കുന്ന സമരമാണ്. 2025 ജൂലൈയിൽ പല പല കാരണങ്ങൾ ഉന്നയിച്ച് അവർ സമരം ആരംഭിച്ചതാണ്. എന്നാൽ ഇതുവരെ നമ്മുടെ ആരോഗ്യ വകുപ്പ് ആ സമരം ഒത്തുതീർപ്പാക്കാനോ സമരത്തിൽ ഉന്നയിച്ച ആവശ്യങ്ങൾ പരിഹരിക്കാനോ തയ്യാറായിട്ടില്ല എന്ന് പറയുന്നത് വേദനാജനകമായ ഒരു സത്യമാണ്. ആരോഗ്യവകുപ്പ് മന്ത്രിയാകട്ടെ നാഴികയ്ക്ക് 40 വട്ടം എല്ലാ കാര്യങ്ങൾക്കും റിപ്പോർട്ട് തേടുന്ന വ്യക്തി കൂടിയാണ്. അവർ ഈ സമരത്തിന്റെ കാരണങ്ങൾ കൃത്യമായിട്ടറിയാം. ഒന്ന്, ശമ്പള പരിഷ്കരണത്തിലെ അപാകതകൾ, ശമ്പള കുടിശ്ശിക, DA കുടിശ്ശിക, ശമ്പള പരിഷ്കരണം, പെൻഷൻ ആനുകൂല്യങ്ങൾ, അതുപോലെ എൻട്രി കേഡറിലെ പ്രശ്നങ്ങൾ, അതുപോലെ ആശുപത്രികളുടെ ആധുനികവൽക്കരണം, ചികിത്സയിലെ അത്യാധുനികവൽക്കരണം, ഇങ്ങനെ തുടങ്ങി ഉള്ള ആവശ്യങ്ങളാണ് ഡോക്ടർമാർ ഉന്നയിക്കുന്നത്. അവരുടെ ആവശ്യങ്ങൾ കണ്ട് പഠിക്കുന്നതിനും ആ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനും സമരം ഒത്തുതീർപ്പാക്കുന്നതിനും ആരോഗ്യവകുപ്പ് നാളിതുവരെ ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത് തികച്ചും അനാസ്ഥ തന്നെയാണ്. ഇതുമുതൽ OP, അതുപോലെ തന്നെ മറ്റ് ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഡോക്ടർമാർ ബഹിഷ്കരിക്കുകയാണ്. ചട്ടപ്പടി സമരം 2025 ജൂലൈയിൽ തുടങ്ങിയെങ്കിലും ഇത്രയും കാലം അതിന് പരിഹാരം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് സമരം ബലപ്പിക്കുന്നത്. ഫെബ്രുവരി 9 മുതൽ കൂടുതൽ മേഖലകളിലേക്ക്, ആശുപത്രിയിലെ കൂടുതൽ മേഖലകളിലേക്ക് സമരം വ്യാപിക്കും. 11 മുതൽ അതിനേക്കാൾ ശക്തമാകും സമരം എന്ന് അവർ മുന്നറിയിപ്പ് നൽകിയിട്ടും ചെറുവിരൽ പോലും ഇതുവരെ ആരോഗ്യവകുപ്പ് അനക്കിയിട്ടില്ല, സംസ്ഥാന ഭരണകൂടം, സർക്കാർ അനക്കിയിട്ടില്ല എന്ന് അവർ തന്നെ പറയുമ്പോൾ, ആശുപത്രി ഡോക്ടർമാർ തന്നെ പറയുമ്പോൾ അത് വലിയ നിരാശാജനകമാണ്. ഈ സമരത്തിന് മെഡിക്കൽ വിദ്യാർത്ഥികളും PG സ്റ്റുഡൻസും അതുപോലെ രക്ഷകർത്താക്കളും ഒക്കെ പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഡോക്ടർമാർ കുറച്ച് ആളുകളിലേ ഉള്ളൂ, അവരുടെ മാത്രം പ്രശ്നമല്ലേ എന്ന് നമുക്ക് തോന്നാമെങ്കിലും ഇതങ്ങനെയല്ല. ലക്ഷക്കണക്കിന് ആളുകൾ ചികിത്സ തേടിയെത്തുന്നത് ഈ സർക്കാർ മെഡിക്കൽ കോളേജുകളിലാണ്. ഈ മെഡിക്കൽ കോളേജുകൾ താളം തെറ്റിയാൽ ഒരുപാട് ആളുകളുടെ ജീവൻ തന്നെ അപകടത്തിലാകും. അതുകൊണ്ട് അത്യാവശ്യ ഘട്ടങ്ങളിൽ അടിയന്തര സേവനങ്ങളൊക്കെ അവർ നടത്തുമെന്ന് പറയുന്നുണ്ടെങ്കിലും കൃത്യമായ രീതിയിൽ ചികിത്സ ലഭിക്കണമെങ്കിൽ ഈ സമരം ഒത്തുതീർപ്പാക്കണം. അതിന് ആരോഗ്യവകുപ്പ് ഇനിഷ്യേറ്റീവ് എടുക്കണമെന്നാണ് കേരളത്തിലെ ജനത ആവശ്യപ്പെടുന്നത്. അവരുടെ ആഗ്രഹം അത് തന്നെയാണ്. ഈ ആഗ്രഹം സർക്കാർ പരിഗണിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.